പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ള ഒരു മുഖം ജയറാമിന്റെ മകൻ കാളിദാസിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും, കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. അത് ജയറാമേട്ടൻ്റെ ഒരു കഴിവാണത്. കറക്റ്റാണല്ലേ? അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ നമുക്ക് കാണാനേ കഴിയില്ല. എന്തൊരു വിനയം! വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അതിന്റെ പേരിൽ താനിപ്പോ ഒത്തിരി ഓവറാവുണ്ടെന്ന് കേട്ടല്ലോ. നല്ല കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ജയറാമിനെ കുറിച്ച്. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അമ്മയെ അച്ഛൻ തീരുമാനം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും മാതൃഭാഷ എൻ്റേത് തമിഴ്. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. ജന്മം കൊണ്ട് ഇയാൾ പൂണൂലിട്ടവനാണ്. പക്ഷെ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. ആരെങ്കിലും അറിഞ്ഞ കുഴപ്പമുണ്ടാക്കരുത്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ടാന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്, ഞാൻ വന്ന് പെരുമ്പാവൂർ. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ. എങ്ക അപ്പ വന്ന് ബംഗാളി, അമ്മ വന്ന് മംഗോളി, ഞാൻ വന്ന് മലയാളി. പക്ഷെ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. നീ ഒന്നും കാര്യമാക്കണ്ട. വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് വോട്ട് ചെയ്യും. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. നക്കാപ്പിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? വളരെ മോശമായി. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കഷ്ടം. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോകാതിരിക്കരുത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. അതങ്ങനല്ലല്ലോ മനോജേ. അങ്ങനെയല്ലേ? മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. പറഞ്ഞ കഥ മാറ്റി പറയുന്നു. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. സാർ ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദീപാവലി താ മുഖ്യം. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? സത്യം എന്താണെന്ന് ആർക്കറിയാം. പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞു കളയും.